ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഫാം എനിക്ക് തുടങ്ങാനുണ്ടായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ഈ ഫാം തുടങ്ങിയത് തന്നെ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഞാൻ ഒരു 71 കോഴികളടങ്ങുന്ന ഒരു ഫാമാണ്. ഞാൻ ആദ്യം 100 എണ്ണത്തിന് ഇടാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടോ ഈ 2 ലെയർ, ഇവിടെ 2 ലെയർ, ഇപ്പുറത്ത് മാത്രം ഒരു ലെയറിലല്ല ഞാൻ ചെയ്തേക്കുന്നത്. അത് കാരണം നമുക്ക് കറക്റ്റ് നടക്കാനുള്ള, ഇപ്പോൾ ഇപ്പുറത്തൂടെ ഒരു ലെയർ വന്നു കഴിഞ്ഞാൽ നമുക്കത് നടക്കാനുള്ള സ്പേസ് കിട്ടില്ല, നമുക്ക് ക്ലീൻ ആക്കാനുമുള്ള ഒരു സ്പേസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് 2 ലെയറും ഇവിടെ ഒരു ലെയറും ആക്കി ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഫാമിൻ്റെ ഭൂരിഭാഗം പണി ഞാൻ തന്നെയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവനും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഈ കോൺക്രീറ്റും തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഞാൻ ഒരാളെ വിളിച്ച് ചെയ്യിപ്പിച്ചതാണ്. ബാക്കി ഈ നെറ്റടിച്ചത്, ഈ നെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ വാഷർ ഇട്ടിട്ട് ബോൾട്ട് ഇട്ടാണ് ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ ഒരു ഫിഷർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു വൈറ്റ് ഫിഷർ ഇട്ടിട്ടാണ് നമ്മൾ വാഷർ ഇട്ടിട്ട് നമ്മൾ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതിന് എനിക്കൊന്ന് 10 mm ബിറ്റുള്ള നമ്മൾ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ സൈഡിലെല്ലാം നെറ്റ് കട്ട് ചെയ്ത് അളവെടുത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈഡിലെല്ലാം ചെയ്തേക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലേബർ കോസ്റ്റ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കിയത് മാക്സിമം. ഇപ്പോൾ ഈ കോഴികൾ വന്നിട്ട് ഏകദേശം അല്ല, കറക്റ്റ് 2 മാസമായിട്ടുണ്ട് കോഴികൾ വന്നിട്ട്. അവർ പറഞ്ഞത് അവർക്ക് 2 മാസമായ കോഴികളായിരുന്നു അവർ നമുക്ക് തന്നത്. അപ്പോൾ ഇപ്പോൾ അതിന് 2 മാസമായി. ഇപ്പോൾ മൊത്തത്തിൽ ഇതിന് 4 മാസം പ്രായമായി. ഇപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഈ കോഴികളെ തന്ന ആൾ പറഞ്ഞത് ഇതൊരു 4.5 മാസത്തിനുള്ളിൽ മുട്ടയിടുമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു വെല്ലുവിളി എന്ന് വന്നത്, ഇത് കൊണ്ടുവന്നതിൻ്റെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കോക്സിയോഡിസിസ് എന്ന് പറഞ്ഞൊരു രോഗം വന്നു. കോക്സിയോഡിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടത്തിന് ഒരു രക്തത്തിൻ്റെ അംശം വന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കാം. ഇത് രക്തത്തിൽ കലർന്ന ഒരു കാഷ്ടം പോലെ ഇതിന് അസുഖങ്ങൾ വരുമെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ അസുഖങ്ങൾ മാക്സിമം മാറ്റി നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, 21/12/2025 ഡിസംബർ 21 ആണ് നമ്മൾ ഈ കോഴികളെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഇറക്കിയത്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 21, കറക്റ്റ് 2 മാസമായി ഇതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പം ഇതിന് കോക്സിഡിസിസ് വന്ന സമയത്ത് നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം കോഴികൾ ആദ്യം തൂങ്ങി നിൽക്കുക. ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് കോഴികൾ ഫസ്റ്റ് തൂങ്ങി നിൽക്കുക, പിന്നെ കാഷ്ടത്തിൽ ഈ രക്തത്തിൻ്റെ അംശങ്ങൾ കാണുക. ഇതൊക്കെയാണ് കോക്സിഡിസിസിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ അടുത്തുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ അവരുടെ അടുത്ത് പോയപ്പോൾ അവർ ഒരു സിഫ്ലക്സ് എന്ന് പറഞ്ഞ അവർ ആദ്യം കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കോക്സിഡിസിസ് ആണ്, ഇത് കോഴികൾക്ക് വരാറുള്ള അസുഖമാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചെന്നപ്പോൾ ആദ്യം മെയിൻ ഡോക്ടർ ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം അവിടെയുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്നത് തന്നെ. നമ്മൾ അടുത്ത 2 ദിവസം പോയി, നമ്മളിങ്ങനെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. അടുത്ത 2 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കോക്സിഡിസിസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്ന് ഇവരവിടെ നിന്ന് തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചു തരാം. ഈ മരുന്നാണ് അവർ അവിടെ നിന്ന് തന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ എവിടെയും നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കി കാണാൻ പറ്റും. ഇതിൻ്റെ എവിടെയും ആൻറ്റി കോക്സിഡിസിസ് അല്ലെങ്കിൽ കോക്സിഡിസിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ എവിടെ എഴുതിയിട്ടില്ല. ഇത് ബാക്കിയുള്ള ഈക്കോളെ അത് ഇതെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവരെന്താണ് ചിലപ്പം വെറ്ററിനറി ഹോസ്പിറ്റലിൻ്റെ അവരുടെ മരുന്നിൻ്റെ കുറവ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടിട്ടോ ആയിരിക്കും ചിലപ്പോൾ അവർ ഈ മരുന്ന് റെഫർ ചെയ്തത്. ഇതിലെവിടെയും ആൻറ്റി കോക്സിഡിയോസിസ് എന്ന് റെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കൊടുത്തിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവർ ഒരാഴ്ച അടുപ്പിച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോസേജ് അനുസരിച്ച് ഞാൻ ഇതിൻ്റെ ഡബിൾ ഡോസേജാണ് കൊടുത്തത്. എന്നിട്ട് പോലും ഇതിന് ഒരാഴ്ചയായിട്ട് ഒരു മാറ്റമില്ല, സെയിം അതുപോലെ. പിന്നെ ഇത് ചത്തു പോകും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഫാമുകാരെ വിളിച്ചു ചോദിച്ചു, ഈ കോഴികളെ തന്ന ആൾക്കാരുടെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സൂപ്പർ കോക്സ് എന്ന് പറഞ്ഞ് ഒരു മെഡിസിൻ കൊടുത്താൽ മതി. ആദ്യത്തെ 3 ദിവസം നമ്മൾ
ഇതിന് അതിലെഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് 100 കോഴിക്ക് ഇത്ര അളവ് എന്നുള്ള രീതിയിൽ കൊടുത്തു 3 ദിവസം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിമ്രാലും പിന്നെ ഗ്രോവിപ്ലക്സൂടെ മിക്സ് ചെയ്തിട്ട് 1 ദിവസം ഗ്യാപ്പ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 3 ദിവസം കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 6 ദിവസം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷമാണ് ഇതിന് ഈ അസുഖം മാറിയത് തന്നെ. അപ്പോൾ ഞാൻ ആ വെറ്ററിനറി ഹോസ്പിറ്റൽ ഡോക്ടറെ കുറ്റം പറയുകയൊന്നുമല്ല, പക്ഷെ അവർക്ക് എന്താണ് മെഡിസിൻ്റെ പരിമിതിയോ എന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ ഇത്രയും കോഴികളെ വളർത്തി നമ്മൾ അതിനൊരു നഷ്ടം വരരുതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൽ ഇതെന്തെങ്കിലും ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഇതായിരിക്കും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഞാൻ തുടക്കക്കാരനാണ്. അപ്പോൾ ഞാൻ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ വരുത്തുന്ന മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ വരുത്താതിരിക്കുക. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാനിപ്പം കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നു ആ കോക്സിഡിയോസിസ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ തീറ്റ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റ തിന്നു കഴിഞ്ഞാൽ കുറേ ഇത് നമ്മൾ കൊടുക്കുന്ന ഗ്രോവർ എന്ന് പറഞ്ഞ തീറ്റയാണ്. ഞാൻ കൊടുക്കുന്ന കൃഷിയുടെ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയാണ്. ഓക്കെ, കൃഷിയുടെ ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയാണ്. അപ്പോൾ 50 കിലോയുടെ ഒരു ചാക്കിന് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് 1640 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത് 50 കിലോയുടെ ചാക്കിന്. ഇപ്പോൾ നിങ്ങളത് ചില്ലറയായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പോൾ 5 കിലോ 10 കിലോ ഒക്കെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും അവിടെ നിന്ന് മേടിക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ ചാക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് 1640 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറെയും തീറ്റകളുണ്ട്, SKMൻ്റെ തീറ്റകളൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ കൊടുക്കുന്നത് കൃഷിയുടെ തീറ്റ തന്നെയാണ്. നമ്മളത് വന്നതിന് ശേഷം നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പിന്നെ അതുപോലെ തന്നെ ഡിസിൻഫെക്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ കൂട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. നമ്മൾ എന്നും അതിൻ്റെ കാലിൻ്റെ താഴെ കൂട്ടിലിങ്ങനെ സ്പ്രേ ചെയ്ത് അതിൻ്റെ കണ്ണിൽ വീഴാൻ പാടില്ല. നമ്മുടെ ഈ കാലിൻ്റെ ഭാഗത്ത് കൂടിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു വൈറസ് നശിച്ചു പോകാനുള്ള സാധ്യത. വൈറസ് അല്ല, ക്ഷമിക്കണം, പാരസൈറ്റാണ്. ഇതൊരു പാരസൈറ്റാണ്. അപ്പോൾ അത് നശിച്ച് അതിനെ നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു അത്യാവശ്യം നല്ലൊരു ഡിസിൻഫെക്ഷനാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഡിസിൻഫെക്ഷൻ മേടിക്കാവുന്നതാണ്. ഇത് ഏകദേശം 1000 രൂപയിൽ താഴെ എന്ത് വില വരുന്നുള്ളൂ. വെർബാക്ക് കമ്പനിയുടെ. പിന്നെ ഈ കൂട് ഞാൻ തന്നെ പണിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ പോരായ്മകൾ ഈ കൂട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ ആസ്പെറ്റോ ഷീറ്റാണ് നമ്മൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൽ പഴയ ആസ്പെറ്റോ ഷീറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്യാപ്പ് കണ്ടിട്ടുണ്ടോ? അതിലിടയ്ക്ക് നമ്മൾ കുപ്പി കയറ്റി വെച്ചേക്കുക. ഈ നമ്മൾ ഇവിടെ പാല് മേടിക്കുന്ന കുപ്പി ഉണ്ടായിരുന്നു, നമ്മൾ അതിൽ കുപ്പി കട്ടാക്കിയിട്ട് കയറ്റി വെച്ചേക്കുക. അങ്ങനെ അത് നല്ല ഹോളുണ്ട്. അപ്പോൾ അതിൽ കൂടെ കീരി കയറാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് നമ്മൾ ഇതുപോലെ കോഴിയെ വളർത്തിയ സമയത്ത് നമ്മൾ വീട്ടിൽ അമ്മ ഇത് നാടൻ കോഴി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കീരി കയറിയിട്ടുണ്ട്. നമ്മളത് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട്. കീരി കയറി കോഴിയെ കടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുപ്പി മുറിച്ച് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു ഗ്യാപ്പും ഇല്ല, കയറാനായിട്ടുള്ള ഒരു ഗ്യാപ്പും ഇതിൽ കൊടുത്തിട്ടില്ല. മാക്സിമം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് ലോ കോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറേ പോരായ്മകൾ ഈ കൂട്ടിലുണ്ട്. പിന്നെ ഇതിനപ്പുറത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം കോഴികൾക്ക് ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പോൾ അതിന് ഒരുപാട് ചൂട് ആ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചൂടിൻ്റെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിന് മുട്ട ഇടാനുള്ള ഹീറ്റ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ട ഉൽപ്പാദനം കുറയുമെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കറിയത്തില്ല, ഇതുവരെ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ. കൊണ്ടുവന്ന ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു. ആ കോക്സിഡിയോസിസ് എന്നുള്ളത് ചലഞ്ച് ഫേസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് അടുത്തൊരു അസുഖം പോലെ ഇതിന് വന്നു. അത് ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഓക്കെ.